പെണ്ണുങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ ഭർത്താവ് ഉണ്ടായിരിക്കവേ ഭാര്യ വിധവയാവും. ഭർത്താവ് ഉണ്ടായിരിക്കവേ ഭാര്യ വിധവയാവും. അനവധി ചരിത്രങ്ങളുണ്ട്, അനവധി സംഭവങ്ങളുണ്ട്, അനവധി. ഭർത്താവ് ഉണ്ടായിരിക്കവേ വിധവയായ പെണ്ണുങ്ങള്, വിധവകളായ ഭർത്താവ് ഉണ്ടായിരിക്കവേ, ഭർത്താവ് വന്നിരിക്കല് തെങ്ങിൽ നിന്ന് വീണു, അല്ലെങ്കിൽ മറ്റേ രോഗമായി അഡിക്റ്റായി മെഡിക്കൽ കോളേജിൽ പെട്ടു. ഈ അടുത്ത ദിവസം ഒരു ഡോക്ടറുടെ പേരിൽ പോലും വന്ന ഒരു കേസ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു ഭർത്താവിനെ ചികിത്സിക്കണമെങ്കിൽ ഭാര്യ തനിക്ക് വിധേയാകണമെന്ന് ഡോക്ടർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ റിപ്പോർട്ട് വന്നല്ലോ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവങ്ങൾ എത്രയാണ്! അള്ളാഹുവിന്റെ ഒരു മഹത്തായ ഫളല്. ആ നിൽക്കുന്ന നമ്മളെ അവസാന ഭാഗത്ത് നമ്മൾ ആ ഗേറ്റിന്റെ അവിടെ വെച്ച CH സെന്റർ എന്ന ബോർഡ് ഉദ്ഘോഷിക്കുന്ന ഒരു സത്യമാണ്. CH സെന്റർ ഉണ്ടായത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സാഹചര്യം പറയാൻ കഴിയില്ല. അത്രയും ഭയാനകമായിരുന്നു. CH സെന്റർ കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള നേട്ടം വളരെ വലുതാണ്. അള്ളാഹു തആല അതിന്റെ ശില്പികൾക്കും പ്രവർത്തകർക്കും വലിയ ഫളലും നിഅമത്തും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകട്ടെ. അതിനോട് സഹകരിക്കുന്ന നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ. ഒരു ദിവസത്തെ നോമ്പർക്കാനെങ്കിലും അവർക്ക് കൊടുക്കണം നിങ്ങളെല്ലാവരും. അതാ ഞാനിത് പറയാൻ കാരണം, ഇത് വലിയ സേവനാണ്. ഇതില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഭർത്താവ് ഉണ്ടായിട്ട് വിധവകളായ പെണ്ണുങ്ങൾ ഭർത്താവിന് മരുന്ന് വാങ്ങാൻ വേണ്ടി വ്യഭിചരിച്ച ചരിത്രങ്ങൾ ഈ മെഡിക്കൽ കോളേജിന് പറയാനുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാ ആയുസോട് കഴിഞ്ഞിട്ടില്ല ഭർത്താവിന്റെ, എന്നാ പെണ്ണ് വിധവയാണ് താൻ. എങ്ങനെ ഭർത്താവ് ഉണ്ടായിരിക്കവേ വിധവ, മക്കൾ ബാപ്പയുണ്ടായിരിക്കവേ അനാഥൻ. ആ അനാഥത്വമാണ് സത്യത്തിൽ സനാഥത്വത്തെക്കാൾ വലിയ അനാഥത്വം. കാരണം അനാഥനെ കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും. ചിന്തിക്കണം. ഒരു കുട്ടി, ബാപ്പാക്ക് സുഖമില്ലാതെ കിടക്കുന്ന ഒരു വീട്ടിലെ കുട്ടി അടുത്ത വീട്ടിലെ അനാഥനായ കുട്ടിയോട് ഒരിക്കൽ പറഞ്ഞു, അത്രേ, ഞങ്ങളെ ബാപ്പ മരിച്ചിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ആയിരുന്നല്ലോ. വെറുതെ പറയല്ല, ഇത് ഒരു ബഹുമാനപ്പെട്ട സദസ്സാണ് ഇത്.